ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. നിങ്ങൾ എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങേറ്റു പറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അമ്മ അത് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല, ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഐശ്വര്യം ഒന്നും സാധ്യമല്ലാത്തവർ ഈശോ എല്ലാം സാധ്യമായി. ഈശോ നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കും. കർത്താവ് നിന്നെ വിശുദ്ധമാ വലതുകരം തിരുമൽവാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അവിടെ സന്ധിബന്ധങ്ങളിലും അംശപെച്ചുകളിലും ഞരമ്പുകളിലും ശരീരകോശങ്ങളിലും പ്രധാനത്വം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ അസ്ഥികളിലും, അസ്ഥിക്കൊടുകളിലും, തലച്ചോറിലും, ശരീരഞരമ്പുകളിലും, രക്തഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും, ഹൃദയ ഞരമ്പുകളിലും, കരളിലും, ഗർഭാശയത്തിലും, ഉദരാശയത്തിലും, കർത്താവേ ശിഷ്ടമുള്ള സ്ഥലങ്ങളിലെ കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവരുടെ, രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ. മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ. ആസ്മ രോഗികളെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവർ, വിശ്വാസം കുറഞ്ഞുള്ളവർ, സംശയം കൂടിയവർ, ഉടമ്പടിക്ക് ഇതുവരെ അനുഭവമില്ലാത്തവർ, ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവർ, കർത്താവ് ഉടമ്പടിയെ പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവർ എല്ലാവരുടെയും ദൈവസ്നേഹം നിറക്കണമേ. കർത്താവിൻ്റെ കരുണ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, വാതരോഗങ്ങൾ, സർപ്പരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ എല്ലാ പേശികളിലും, ഞരമ്പുകളിലും, കോശങ്ങളിലും, അട്ടലുകളിലും, തെറിച്ചുപോയ തെന്നിപ്പോയ കശേരികളിലും, കരളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. അരവിച്ച കോശങ്ങൾ, മുഴയുള്ള കോശങ്ങൾ, സിസ്റ്റുള്ള കോശങ്ങൾ, കർത്താവ് മുന്തിരിക്കൊലമുള്ള അസുഖങ്ങൾ, കുടലിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, കൈവെക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിന് ശേഷം കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ. അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ, പിതാവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ
അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് മാറിപ്പോകട്ടെ. പല്ലിലെ വേദന, തൊണ്ടയുടെ അസുഖങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മക്കളില്ലാത്തവര് കർത്താവ് സ്പർശിക്കട്ടെ. ഉരന്തരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവര്, ജോലി ഇല്ലാത്തവര്, ജോലിക്ക് പോകാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവര്, നഷ്ടം തിരിയുന്നവര്, തിരിച്ചു പോകാൻ പറ്റാത്തവര് എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാ ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക. സമാപനാശീർവാദത്തിനായിട്ട് ശ്രമിക്കുക. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം വർദ്ധിപ്പിച്ച്, സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ച്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, അങ്ങയോട് മോശയോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചതുപോലെ അങ്ങയോട് സംസാരിക്കുവാൻ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് പറയുന്ന സംസാരവും സംഭാഷണവും ഗ്രഹിക്കുവാൻ തക്കവിധം ദൈവസ്നേഹമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ആശീർവാദത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ ദൈവസ്നേഹത്താൽ നിറയുന്നവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും നിന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,